മഴത്തോരു മുൻപ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ അലീന രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അലീന അവിടെ നിന്നും എഴുന്നേറ്റ് വന്നതിന് ശേഷം മുത്തശ്ശിയുടെ കാല് തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിന് മാത്രം ഞാൻ നിന്റെ ആരാന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിയാണെന്ന് കരുതിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ കരുതിയാൽ ഒരു കുഴപ്പമില്ല, എൻ്റെ മകളുടെ മകളായിട്ട് നീ കരുതിക്കോ, അങ്ങനെ കരുതിയാലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് മുത്തശ്ശി എന്ന് പറയും. അതിനുശേഷം മുത്തശ്ശി ഇവിടെ അടുത്ത് അമ്പലം എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ ഉണ്ട്, ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാട്ടെ മുത്തശ്ശി. അല്ല അവിടെ നിന്നായിരിക്കില്ല ഈ പാട്ടൊക്കെ കേൾക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും. അപ്പോൾ നീ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് പിന്നെ ഞാൻ എല്ലാ അമ്പലത്തിലും പോവും, ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ അലീന. അങ്ങനെ മുത്തശ്ശിയോട് അലീന പറഞ്ഞിട്ട് ഞാൻ ഏതായാലും കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് നീ ആ വാതിലങ്ങ് കുറ്റിയിട്ടേക്ക് കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ അലീന അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ആയിരിക്കട്ടെ മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്. മനു വാതിൽ മുട്ടുന്ന സമയത്തിന് കുറ്റി എടുത്തിട്ടുണ്ട്, നീ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറിപ്പോരെന്ന് മുത്തശ്ശി വിളിച്ചു പറയും. അപ്പോൾ മനു അകത്തേക്ക് വന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മുത്തശ്ശി ഇത്? ഇന്നലെ ഞാൻ കയറി വന്ന മുറിയല്ലല്ലോ ഇത്, ആകെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ആ പെൺകുട്ടിയുടെ പണിയാന്ന് പറയാട്ടെ മുത്തശ്ശി. എന്നിട്ട് ചോദിക്കുന്നതിന് മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ആള് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതാള് സൂപ്പറാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, ആ അതാണ് ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടി ഇപ്പൊ സൂപ്പറല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു, നല്ലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് ഒരുപാടധികം സ്നേഹമുണ്ട് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ അലീന കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അലീനയെ കാണുന്ന സമയത്തിന് മനു ചോദിക്കുന്നുണ്ട്, അലീന ഇതെന്ത് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ മുറി ആകെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നതല്ലായിരുന്നോ? ഇതാകെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്ന റൂമാണ്, അതുകൊണ്ട് തന്നെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് എടുക്കണേന്നുള്ള മുത്തശ്ശിക്കൊരു സിദ്ധിയെങ്കിലും വന്നേനെ, എന്നിട്ടിപ്പോൾ നീ അതാകെ കുളമാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാണ് മനു അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. മുത്തശ്ശി മനുവിനെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നാടാ, മോൾ ഒരു നല്ല കാര്യം ചെയ്തു വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് മോളോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മനു പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല വാക്ക് പറയാൻ കഴിയുള്ളൂ, വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം എന്നൊക്കെ പറയും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിയിട്ട് നീ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ സിറ്റി അടച്ചിട്ടേക്കുവാണ്, അതുകൊണ്ട് എനിക്ക് ഏതായാലും ജോലിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ നീ ഇനി പോയിട്ട് എപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മുത്തശ്ശി എന്നെ കാണണമെന്ന് മനസ്സിലങ്ങ് ഓർത്താൽ മതി, അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിരിക്കും എന്നാണ് കേട്ടോ മനു പറയുന്നത്. അപ്പോൾ പോടാ കള്ള ചുമ്മാ നോണ പറയാതെ എന്നൊക്കെ പറയും. എന്നാൽ ശരി മുത്തശ്ശി ഞാൻ പോട്ടെ എന്നൊക്കെ പറയും. മുത്തശ്ശീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മനു ഒരു ഉമ്മ കൊടുക്കും. ആ സമയത്തിന് മുത്തശ്ശി മനുവിനെയും ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് പോവാട്ടോ മനു. എന്നിട്ട് അലീനയോടായിട്ട് പറഞ്ഞിട്ട്, ഒരുപാട് നന്ദിയുണ്ട് അലീന, എൻ്റെ മുത്തശ്ശിക്ക് ഇനിയും ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മുത്തശ്ശിക്ക് ഇനി ഒരുപാട് ആയുസ്സുണ്ടെന്ന്, അതുകൊണ്ട് ഒത്തിരി അധികം നന്ദിയുണ്ട് അലീന എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മനു അവിടെ നിന്നങ്ങ് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ അലീനക്കും ഒരുപാട് സന്തോഷമായിരിക്കും. പക്ഷേ മനു വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ബായ് അലീന എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. മനുവിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. അലീന അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ഒരൊറ്റ എണ്ണേ ഉള്ളൂ അങ്ങനെ മനുഷ്യക്കൂറു സ്നേഹമൊക്കെ ഉള്ളത്, അവൻ എവിടെ പോവുകയാണെങ്കിലും എന്നോട് യാത്ര പറഞ്ഞിട്ട് എവിടെ നിന്ന് പോവാറുള്ളൂ, അതുപോലെ തന്നെ തിരിച്ചു വന്നാലും എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ മറ്റിടത്തെങ്കിലും പോവാറുള്ളൂ. മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അതെ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കും തോന്നിയിരുന്നു എന്ന് പറയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആയിരിക്കും. വൈജയന്തി രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് കട്ടക്കലിപ്പിലായിരിക്കട്ടെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ സോഫയിലും അതുപോലെ തന്നെ മേശമേലും എല്ലാ ഭാഗത്തും നോക്കും. അതിനുശേഷം ഒരു നീട്ടിയൊരു വിളിയായിരിക്കും, കുഞ്ഞുമോളെ ബബിതേ രോഹിതേ എന്നൊക്കെ പറഞ്ഞ് നീട്ടി അങ്ങ് വിളിക്കാട്ടോ. എന്നാൽ ഈ വിളിയും കേട്ടുകൊണ്ട് തന്നെ അവിടെയുള്ള ജോലിക്കാരി കുഞ്ഞുമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ, മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചു ഒരു 100,000 ചോദ്യങ്ങൾ ഒറ്റയടിക്കങ്ങ് ചോദിക്കാണ്. അതോടുകൂടി തന്നെ ജോലിക്കാരി പറയുന്നുണ്ട്, അതേ കുഞ്ഞ്, എനിക്ക് 2 കൈകളേ ഉള്ളൂ, ഈ 2 കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം വീണ്ടും വൈജയന്തി അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്തിന് വേലക്കാരി ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളിടക്ക് പറഞ്ഞു കേട്ടായിരുന്നല്ലോ പുതിയ ജോലിക്കാരിയെ കൊണ്ടുവരുമെന്ന്, എന്നിട്ട് നിങ്ങൾ എന്താ ഇത്ര ദിവസമായിട്ടും കൊണ്ടുവരാത്തത്? അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഇവിടെ നിന്നും ഓടും. ഞാൻ ഇവിടെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത് പോലെ മറ്റാരും ഇവിടെ നിൽക്കാനാന്നങ്ങനെ ജോലിക്കാർ ചോദിക്കുന്ന സമയത്തിന് വീണ്ടും വൈജയന്തിക്ക് ദേഷ്യം വരാണ്. പോയി നീ വെറുതെ എൻ്റെ അടുത്ത് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞേക്കും. ജോലിക്കാരി അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ പിന്നെ ബബിത അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് കോളേജിലൊന്നും പോവണ്ടേ? നീ നിന്റെ ലഞ്ച് ബോക്സ് ഇവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചോ, അങ്ങനെ റെഡിയാക്കി വെച്ചാലേ കുഞ്ഞുമോൾക്ക് അതിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി തരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, അമ്മ എന്തിനാ അതിനൊക്കെ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കട്ടെ ബബിത.
അപ്പോഴേക്കും അടുത്ത മോളും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്തിന് എന്താ അമ്മയെന്ന് ചോദിച്ച് ഇറങ്ങി വരും. അപ്പോൾ ചോദിക്കുന്നതിന് എടി നിന്റെനാടി നിന്റെ പുസ്തകമൊക്കെ കൊണ്ട് സോഫയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നിനക്ക് എന്താ അടുക്കി പറക്കി വെച്ചാലെന്ന് ചോദിക്കുന്ന സമയത്തിന് അമ്മക്കെന്താ അതൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചോളാം, അമ്മ എന്തിനാ അതിലൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും ബബീതയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അമ്മയെ കുറ്റം പറയുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങ് ഒന്നിക്കും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ കീരിയും പാമ്പുവാണല്ലോ എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് ബബീതയോട് പറഞ്ഞിട്ട് നീ പോയിട്ട് ബാലചന്ദ്രനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറയാന്ന് പറയും. അങ്ങനെ ബബീത ഏതായാലും അങ്ങോട്ടേക്ക് വിളിക്കാൻ പോകുന്ന സമയത്തിന് വീണ്ടും കുഞ്ഞുമോളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കാതെ വൈജയന്തി. എന്നിട്ട് ചോദിക്കുന്നതിന് എന്താ കൊച്ചമ്മേ, എനിക്ക് അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. വൈജയന്തി പറയുന്നത് ദേ ഇരിക്കുന്നു ലഞ്ച് ബോക്സ്, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കുമെന്ന് പറയുന്ന സമയത്തിന് അപ്പോൾ വേലക്കാരി ഒന്ന് കളിയാക്കി സംസാരിക്കുന്നത് പോലെ പിന്നെ കൊച്ചമ്മ പറഞ്ഞാൽ മാത്രമല്ല ഞാനിത് വൃത്തിയാക്കിയിട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷമായിരിക്കട്ടെ അവിടെ നിന്ന് പോകുന്നത്. അന്നേരം വൈജയന്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ശിവനായിരിക്കും വിളിച്ചത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ശിവൻ ഗൾഫിലേക്ക് പോവാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ വിളിച്ചത്. അന്നേരം അതൊക്കെ എന്നോട് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അല്ല അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ആ കുട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അന്നേരം ആ കുട്ടി ഒരു സാധുവാണ്, പാവമാണ്, എല്ലാം നോക്കി കണ്ട് ചെയ്തോളും എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ഒന്നങ്ങോട്ടേക്ക് വന്നോട്ടെ, ഞാൻ അതിനെ ഒന്ന് നേരിട്ട് കാണട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം അത് വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടെ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നത് നീ എന്തിനാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ബഹളമൊക്കെ വെക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് അയ്യോ എനിക്കിന്ന് നേരത്തെ തന്നെ പോകണം, എനിക്കൊന്ന് 3 സൈറ്റിൽ പോകാനുള്ളതാണ്. ലോൺ സെക്ഷനിലെ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത്, വെറുതെ ഒരു ജോലിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവരാണോ എന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നും ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞിട്ട് നിനക്ക് ജോലി ഉണ്ടെങ്കിൽ നീ അങ്ങ് പോയിക്കൊള്ളണം, അല്ലാതെ ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നും ചോദിക്കുകയാണ്. വൈജയന്തി പറഞ്ഞിട്ട് 3/4 മണിക്കൂർ നേരത്തേനേ ഉള്ളൂ, എന്നാൽ ഇപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിരുന്നാൽ പിന്നെ പോകേണ്ട സമയത്ത് അങ്ങ് പോയാൽ പോരെ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, നീ പോവേണ്ട സമയത്ത് അങ്ങ് പോയി തന്നാൽ മാത്രം മതി എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ബബിത പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ തന്നെയാണ്, പോകുന്നതിന് മുൻപ് കുറേ അധികം ബഹളം വെക്കും, വന്നു കഴിഞ്ഞാലും ഇതുപോലെ കുറേ അധികം ബഹളം വെക്കും എന്ന് പറയുന്ന സമയത്തിന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് മക്കൾ അഭിപ്രായം കേട്ടല്ലോ, ഇനി മറ്റൊരുത്തനും കൂടിയുണ്ട് രോഹിത്, അവൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ് തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, അതാ നല്ലതെന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അപ്പനും മക്കളും ഒന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീനയായിരിക്കും. അലീനയ്ക്ക് ഏത് നേരത്തും കഞ്ഞി മാത്രമായിട്ട് ഇവർ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്, അതും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനൊന്നും സമ്മതിക്കില്ല, താഴെ തറയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ അലീന കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അങ്ങോട്ടേക്ക് കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറഞ്ഞിട്ട് അവിടെ കുറേ അധികം പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്, അതിൻ്റെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം, അതിനുശേഷം അവിടെയൊക്കെ തുടച്ചിടണം, ഡൈനിങ് ടേബിൾ നല്ല വൃത്തിയിൽ തന്നെ തുടച്ചിടണം. എന്നിട്ട് നേരെ അകത്തേക്ക് പാത്രം കഴുകണം അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ആ കിളവയെ നോക്കുന്നത് അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് ചെയ്യേ. അന്നേരം പാവമാലീന അതിന് ഞാൻ ചെയ്യത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് കമല പറഞ്ഞിട്ട് അങ്ങനെ നീ ഒന്ന് പറഞ്ഞു നോക്ക്, എങ്കിൽ പിന്നെ പിറ്റേ ദിവസം നിനക്ക് വേറെ വീട് അന്വേഷിച്ച് പോവേണ്ടി വരും, മര്യാദക്ക് ഈ പാത്രം മുഴുവൻ കഴുകി വെക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ കമലമ്മ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അതേ സമയത്തിന് അങ്ങോട്ടേക്ക് ഹരി വരും. ഹരി വന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അലീനയോട് പറഞ്ഞിട്ട് അതെ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങ് അനുസരിക്കുമെന്ന് വേണ്ട കേട്ടോ, എല്ലാം പയ്യെ കണ്ടറിഞ്ഞങ്ങ് നിന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഹരി മെല്ലെ അനിലിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അതെ വൈകിട്ട് മുത്തശ്ശി കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ വന്നിട്ട് വാതിൽ മുട്ടും, ആ സമയത്തിന് വാതിൽ തുറന്നു തരണം എന്നിങ്ങനെ ഹരി പറയുന്ന സമയത്തിന് ആകെ ഷോക്കേറ്റതുപോലെ ഹരിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും അലീന. അന്നേരം കമലങ്ങനെ വിളിക്കുന്നുണ്ട് എടാ ഹരി നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കും. പോകുന്നതിന് മുൻപേ തന്നെ വീണ്ടും അലീനയോട് പറഞ്ഞിട്ട് ദേ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, വാതിലൊരിക്കലും കുറ്റിയിട്ടേക്കരുത്, മുത്തശ്ശി ഉറങ്ങിയ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവിടെ നിന്നും പോകുന്നത്. ഹരിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ആകെ സങ്കടമാണ്. ഏതായാലും പാത്രമെല്ലാം കഴുകിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അലീന കിടക്കാൻ വേണ്ടിയിട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അലീനെ കാണുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നതിന് എടി അവൾ നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്നോ, അവളുടെ സ്വഭാവം വെച്ച് അവൾ നിനക്ക് അങ്ങനെ ഭക്ഷണമൊന്നും തരില്ല, അവൾ ഇവിടെ വരുന്ന ആർക്കും തന്നെ നേരാവണ്ണം ഭക്ഷണം കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ വയറ് നിറയാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രാക്കൊക്കെ അവൾക്ക് കിട്ടുമെന്നൊക്കെ പറയാണ്. അപ്പൊ അലീന പറയുന്നത് എനിക്ക് കുറച്ച് ഭക്ഷണം മതി, അതുകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം തികഞ്ഞു എന്ന് പറയും. മുത്തശ്ശി പറഞ്ഞിട്ട് നീ മാത്രമാണ് അവളെ പറ്റി കുറ്റം പറയാത്തത്, വേറെ ആരും നിന്നെ പോലെ അവളെ പറ്റി കുറ്റം പറയാത്തതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് അനീന പറയുന്നുണ്ട് കുറ്റം കുറവില്ലാത്ത ആരും ഏത് മനുഷ്യരാണ് മുത്തശ്ശി ഭൂമിയിലുള്ളത്, അങ്ങനെ കുറ്റം പറയുന്നവർക്കും ഒരുപാടധികം നന്മയുണ്ട്, അത് മാത്രം നമ്മൾ കാണാൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് മോളെ നിന്നിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം അലീന പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പഠിപ്പിക്കാനൊന്നും അറിയില്ല, ഞാനും ചില സമയത്ത് പൊട്ടത്തിയാണ്, മുത്തശ്ശി വേണം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനെന്ന് പറയുന്നു കേട്ടോ അലീന.
എന്നിട്ട് മുത്തശ്ശിക്ക് കുറച്ച് ദഹനക്കേടിനുള്ള അരിഷ്ടം എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ ഒരു അരിഷ്ടം എടുത്ത് കൊടുക്കുന്നുണ്ട് അലീന. അതൊക്കെ കുടിപ്പിച്ചതിന് ശേഷം മുത്തശ്ശിയെ പയ്യെ അവിടെ ഇങ്ങനെ കിടത്തുക. മുത്തശ്ശീനെ അവിടെ കിടത്തിയതിന് ശേഷം അലീനയുടെ കൈ ഇങ്ങനെ മുത്തശ്ശിയുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കും. ആ സമയത്ത് തന്നെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവണമെന്നും ഈ വീട്ടിലെ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണമെന്നാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ ആരാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ആരെയും പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കാനും എല്ലാവരെയും നന്മ കാണാൻ വേണ്ടിയിട്ട് നിന്നെ ആരാ മോളെ പഠിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അലീന സങ്കടത്തോട് തന്നെ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിയാണെന്ന് പറയും. അന്നേരം ബ്രിജിത്ത മമ്മിയോ നീ അനാഥയല്ലേ എന്ന് ചോദിക്കാട്ടെ മുത്തശ്ശി. അന്നേരം അതേ മുത്തശ്ശി, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു ബ്രിജിത്ത മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രംഗങ്ങളെല്ലാം ഓർക്കുന്ന സമയത്തിന് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും. മുത്തശ്ശി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തം ജനിപ്പിച്ച അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശി. അന്നേരം അലീന പറയുന്നത്, അതൊന്നും സാരമില്ല മുത്തശ്ശി, ഈ ലോകമാണ് എൻ്റെ തറവാട്, ഇവിടെ ഉള്ളവരെല്ലാം തന്നെ എൻ്റെ ബന്ധുക്കളാണ് എന്നൊക്കെ പറയും. അലീനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്കും ആകെ സങ്കടമായിരിക്കും. എന്നിട്ട് മോൾ ഇനി കിടന്നോ എന്നൊക്കെ പറയാട്ടോ. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നേക്ക് മോളെ എന്ന് പറയുന്ന സമയത്തിന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം അലീന അവിടെ കിടക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഏതായാലും ഒരുപാടധികം ഇഷ്ടപ്പെടാണ് അലീനെ കിടക്കുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ അലീനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുമായിരിക്കും. അങ്ങനെ മുത്തശ്ശി കിടത്തി ഉറക്കിയതിന് ശേഷം അലീന ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ അലീനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഹരി വന്നിട്ട് ഇങ്ങനെ ഡോറിൽ മുട്ടുന്നത്. എന്നാൽ ഹരി തന്നെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡോറിൽ മുട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ആകെ ടെൻഷനോട് ഇങ്ങനെ കിടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.